ഡ്രാഫ്റ്റ്സ്മാൻ എന്ന ഒരു തൊഴിൽ മേഖല നമ്മുടെ മുമ്പിലുണ്ട്. ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുമ്പോൾ അത് സിവിൽ, മെക്കാനിക്കൽ, അതേപോലെ തന്നെ മറ്റൊരു പ്രധാന മേഖല ആർക്കിടെക്ചറാണ്, ഓട്ടോമൊബൈൽ. ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് സിവിൽ നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻമാരെ സപ്ലൈ ചെയ്യാൻ കഴിയുക. ആ പഠന മേഖല വ്യാപിച്ച് കിടക്കുന്നത് ഈ മേഖലകളിലാണ്. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്ന, തൊഴിലിടത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഡ്രാഫ്റ്റ്സ്മാൻമാർ. ITI പ്രോഗ്രാമാണ് പ്രധാനമായിട്ടും ഈ മേഖലയിൽ ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക. അതിനുശേഷം പോളിടെക്നിക് ഡിപ്ലോമയും എഞ്ചിനീയറിങ്ങും ഒക്കെ തുടർ പഠനത്തിനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ITI ചേരാൻ ആഗ്രഹിക്കുന്നൊരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ITI പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ കഴിയും. ITIക്ക് ജോയിൻ ചെയ്യുന്നൊരു കുട്ടിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ വലിയ ഇടപെടലുകൾ നടക്കുന്ന ഒരു പഠന മേഖലയാണിത്. കാരണം വളരെ ക്വാളിറ്റിയുള്ള, വളരെ ആരോഗ്യപൂർണ്ണമായ ശരീരവും മനസ്സുമുള്ള ആൾക്കാരെ നമുക്ക് ഈ തൊഴിൽ മേഖലയിൽ ആവശ്യമാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ജോബ് മേഖലകളിലെ, തൊഴിൽ മേഖലയിലെ ഒരു ക്രൂഷ്യൽ റോൾ പ്ലേയേഴ്സ് തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഏറ്റവും മികവുറ്റ ടെക്നീഷ്യന്മാരെ ഡെവലപ്പ് ചെയ്യുന്നതിന് മിഡ് ഡേ മീൽ പ്രോഗ്രാമും ഒക്കെ അടക്കമാണ് നമ്മുടെ ITIകൾ പ്രവർത്തിക്കുന്നത്. അവിടേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നൊരു കുട്ടിക്ക് കൊടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും വളരെ വലുതാണ്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് തൊഴിലിടത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക? ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, അതുമല്ല എങ്കിൽ ആർക്കിടെക്ചർ പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നൊരു കുട്ടിക്ക് ITIക്ക് ജോയിൻ ചെയ്ത് 2 വർഷത്തെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഓട്ടോകാഡ് അടക്കമുള്ള 3D മോഡലിംഗ് അടക്കമുള്ള മേഖലകളിൽ പരിശീലനം നേടുന്നതും വൈദഗ്ധ്യം നേടുന്നതും വളരെ മികവുറ്റതാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മികച്ച സാധ്യതകളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലെ അവസരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്മാർട്ട് സിറ്റിയും മെട്രോ റെയിലും ഒക്കെ വരുന്ന സമയത്ത് അവിടെ സിവിൽ, മെക്കാനിക്കൽ മേഖലകളിലൊക്കെ ധാരാളം ഡ്രാഫ്റ്റ്സ്മാൻമാർ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ബിൽഡിംഗ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അത് എങ്ങനെ ആയിരിക്കുമെന്ന് 3D വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ കഴിയണം. അപ്പോഴാണ് അവർ അതിലുള്ള സാധ്യതകൾ, ഈ കസേര അല്ലെങ്കിൽ ഈ മേശ അല്ലെങ്കിൽ ഈ കട്ടിൽ ഇവിടെയല്ല വേണ്ടത്, ഇവിടെ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് അവരെ 3D മോഡലിങ്ങിലൂടെ നമുക്ക് അവർക്ക് കാഡിൻ്റെ സഹായത്തോടെ, കാഡ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ അവർക്ക് ഡിസൈൻ ചെയ്ത് അവരെ കാണിക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ തലമുറയിലെ, പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള തൊഴിൽ സാധ്യതകളിലേക്ക് കടന്നു ചെല്ലാൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പഠിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റ് മേഖലകൾ പഠിച്ച കുട്ടികൾക്ക് സാധ്യതകളേറെയാണ്. ISRO അടക്കമുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഈ മേഖലയിൽ ധാരാളം സാധ്യതകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം മികച്ച അക്കാഡമിക് നിലവാരത്തോടെ, സബ്ജക്റ്റ് നോളജോടെ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി, ആ കുട്ടി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗിലെ സിവിൽ ഡ്രാഫ്റ്റ്സ്മാനാണ് ആ കുട്ടി ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, നമ്മുടെ രാജ്യത്ത് ITIകളിൽ പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ, അതുപോലെ തന്നെ വിവിധ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒക്കെ സാധ്യതകളേറെ അവർക്ക് കൽപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഡ്രാഫ്റ്റ്സ്മാനായിട്ട് വർക്ക് ചെയ്ത് അവർക്ക് ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള അവസരങ്ങൾ ലഭ്യമാണ്. രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് മെക്കാനിക്കലാണ്. ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ എന്ന മേഖലയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്താണ് പ്രത്യേകത? മെഷീനറികൾ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും നിർമ്മിക്കപ്പെടുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡ്രാഫ്റ്റാണ് അവർ തയ്യാറാക്കുക. അപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഒരു ISRO ഡെവലപ്പ് ചെയ്യുന്ന ഒരു വാഹനം, അതിൻ്റെ എഞ്ചിനുകൾ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, അതിൻ്റെ ഡയ എത്രയായിരിക്കണം, ഇതെല്ലാം ഫിക്സ് ചെയ്യപ്പെടുന്നതും ഇതെല്ലാം വിഷ്വലൈസ് ചെയ്യപ്പെടുന്നതും ഇവരാലാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. മൂന്നാമത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെയുമുണ്ട് ധാരാളം മെഷീനറികൾ, ചെറിയ ചെറിയ എക്യുപ്മെൻറ്റുകൾ. ഹെവി ഇൻഡസ്ട്രീസ് ഒരുക്കുന്ന അവസരങ്ങൾ വേറെയുണ്ട്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് അത് കണ്ടെത്തുകയും അതിനെ റിഫൈൻ ചെയ്യുകയും ചെയ്യുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയും ധാരാളം മെഷീനറികൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതൊക്കെ രൂപകൽപ്പന ചെയ്യുകയും അതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കുകയും ചെയ്യുന്ന മേഖലകൾ.
അതുകൂടാതെ FACT ഒക്കെ പോലെയുള്ള വലിയ കെമിക്കൽ ഫാക്ടറികളിൽ വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ള ആസ്പെക്റ്റ്, റോക്കറ്റുകളുടെ ക്രയോജനിക് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ, മെട്രോ റെയിൽ പോലെയുള്ള സ്ഥാപനങ്ങളുടെ വിവിധ മെഷീനറികൾ, വിവിധ ഓട്ടോമേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ ആ ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട വിവിധ മെഷീനറികൾ, റോബോട്ടിക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ വളർന്നു വരുന്നു, അവിടെ ധാരാളം സാധ്യതകൾ. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള സാധ്യതകൾ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്സ്മാൻമാർക്കും ലഭ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കിടെക്ചർ എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം വലിയ ഒരു കെട്ടിടത്തിൻ്റെ ഭംഗിയുള്ള നിർമ്മിതി നിർവഹിക്കുന്നത് അവരാണ്. അപ്പോൾ ആ നിർമ്മിതികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡിസൈനിങ്ങുമായിട്ട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഈ കൂട്ടരാണ്. അപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഭംഗിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. ആ ഭംഗി എത്രമാത്രം കൂടുതൽ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതും ഈ കൂട്ടരാണ്. അങ്ങനെയുള്ള മേഖലകൾ വേണമെങ്കിൽ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വിവിധങ്ങളായിട്ടുള്ള ഈ തൊഴിൽ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഹെവി ഇൻഡസ്ട്രീസിലും ചെറുകിട വ്യവസായ മേഖലകളിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനികളിലും ഒക്കെ സാധ്യതകളുണ്ട്. കപ്പൽ നിർമ്മാണശാലകളിൽ, അതുപോലെ തന്നെ ഷിപ്പ് യാർഡുകൾ പോലെ തന്നെ നമുക്ക് ഹെവി ഇൻഡസ്ട്രീസിൽ പെടുന്ന അല്ലെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള റോളുകൾ പ്ലേ ചെയ്യുന്ന ചില മേഖലകളാണ് DRDO പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഗവേഷണങ്ങൾ നടക്കുന്ന, അതുപോലെ തന്നെ വിമാനങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരിചരണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ആർമി, എയർഫോഴ്സ്, നേവിക്ക് വേണ്ട വിവിധ എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന വിവിധ കമ്പനികൾ, ഇവിടെയൊക്കെ നമുക്ക് തൊഴിൽ സാധ്യതകളേറെയാണ്. ആ സാധ്യതകളെ കണ്ടെത്തുന്നതിനാണ് ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ പോലെയുള്ള മേഖലകളിൽ തൊഴിൽ സജ്ജരായ മികവുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മുടെ കുട്ടികൾ തയ്യാറെടുക്കുമ്പോൾ താല്പര്യമുള്ളവരായിരിക്കണം എപ്പോഴും അങ്ങോട്ട് ചെല്ലേണ്ടത്. സബ്ജക്റ്റ് നോളജ് നമുക്ക് കാണാതെ പഠിച്ചു വരേണ്ട ഒരു കാര്യമല്ല അത്. സബ്ജക്റ്റ് നോളജും ഡ്രോയിങ് സ്കില്ലും ഒക്കെ അവിടെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡ്രോയിങ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ പോകാതെ കറങ്ങിയടിച്ച് നടന്നിട്ട് ഒരിക്കലും ഈ ഒരു മേഖലയിൽ അവർക്ക് വിജയിക്കാനേ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ അത് വളരെ മനസ്സുരുക്കി 2 വർഷം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മികച്ചൊരു തൊഴിൽ സാധ്യതയിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഓപ്പണായി കിട്ടുന്നു എന്നുള്ളതാണ് ഡ്രാഫ്റ്റ്സ്മാൻ മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വിദേശ രാജ്യങ്ങളിലും അവസരങ്ങൾ ഏറെയാണ്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് കാണാൻ കഴിയുന്നത് മിഡിൽ ഈസ്റ്റ്, ഗൾഫ് കൺട്രീസൊക്കെയാണ്. അവിടേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്, ഒന്ന് കൺസ്ട്രക്ഷൻ മേഖല വളരെ വിപുലമാണ്, രണ്ടാമത് ഓയിൽ റിഫൈനറീസ് ഒക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ, മെക്കാനിക്കൽ ആൻഡ് സിവിൽ, കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നതായിരിക്കും ഗൾഫ് കൺട്രീസിൽ പോകുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയോജനകരമാവുക. അതുപോലെ തന്നെ കാനഡയും ഓസ്ട്രേലിയയും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവിടെ പ്രധാനമായിട്ടും വരുന്നത് കൺസ്ട്രക്ഷൻ തന്നെയാണ്. രണ്ടാമത് ഇൻഡസ്ട്രി വരുന്നുണ്ട്, ആർക്കിടെക്ചർ വരുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. വലിയ കൺസ്ട്രക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഹീറ്റ് ആൻഡ് വെൻറ്റിലേഷൻ, എയർ കണ്ടീഷൻ പോലെയുള്ള HVACയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ഈ ഒരു സിവിൽ മെക്കാനിക്കൽ മേഖലയുടെ ഒരു ബ്ലെൻഡഡ് ഫോമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയും വലിയ റോളാണ്. കാരണം ഏതൊരു കെട്ടിടം പണിയുമ്പോഴത്തേക്കും അവിടെ അക്കോസ്റ്റിക് നോക്കേണ്ടതുണ്ട്, അതേപോലെ തന്നെ ആ സ്ഥാപനത്തിലെ ചൂട് നിയന്ത്രിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. വലിയ വലിയ വ്യവസായശാലകൾ വരുമ്പോഴത്തേക്കും ഒരു കോൾഡ് സ്റ്റോറേജ് ആണെങ്കിൽ അതിന് വേണ്ട സ്പെക്ക് അനുസരിച്ചായിരിക്കണം ആ കെട്ടിടം നിർമ്മിക്കപ്പെടേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വഴിക്ക്. അതേപോലെ തന്നെ UK പോലുള്ള രാജ്യങ്ങൾ, സ്വിറ്റ്സർലൻഡ് പോലുള്ള ചില രാജ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയുമുണ്ട് സാധ്യതകൾ. അപ്പോൾ എല്ലാ മേഖലകളിലും ഹെവി ഇൻഡസ്ട്രീസ് ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ മെക്കട്രോണിക്സിൻ്റെയും ഒക്കെ ആപ്ലിക്കേഷൻസ് കൂടുതൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജികൾ, അവിടെയൊക്കെ നല്ല സാധ്യതകളാണ് ITI കഴിഞ്ഞ ഡ്രാഫ്റ്റ്സ്മാൻ കോഴ്സിൻ്റെ വിവിധ ബ്രാഞ്ചുകൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിട്ടുള്ളത്. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കുട്ടികൾ തയ്യാറാവണം. അവരുടെ തൊഴിലിടങ്ങളെ ഇപ്പോൾ പഠിച്ച് പുറത്തിറങ്ങിയാൽ മാത്രം പോരാ, പഠിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ മതിയായ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെൻറ്റേഴ്സുണ്ട്, RI സെൻറ്റേഴ്സുണ്ട്. RI സെൻറ്ററുകളിൽ അവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് മതിയായ അപ്രൻറ്റീസ്ഷിപ്പ് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് പോകുന്നതിന് പകരം അവർ ആ കൃത്യമായ ചാനലിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കണം. RI സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ മറക്കാൻ പാടില്ല. നിശ്ചിത കാലയളവിനുള്ളിൽ വേണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ട്രെയിനിഷിപ്പിൽ സ്റ്റൈഫൻഡ് ഉണ്ടാവും.
സ്റ്റൈഫൻഡിൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന ആ ഒരു മികച്ച സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ വർക്ക് ചെയ്ത് പൂർണ്ണമായി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ മേടിച്ചുകൊണ്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല 2 വർഷം ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയിൽ അത്രയധികം വ്യത്യാസമാണ് ഉണ്ടാവുക. ആ വ്യത്യാസത്തോടെ മികച്ച സാധ്യതകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും സാധ്യതകളേറെയാണ്. മെട്രോ റെയിൽ പോലെയുള്ള സാധ്യതകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സാധ്യതകളുണ്ട്. അവിടെ ധാരാളം ആൾക്കാരെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളെ നമുക്ക് മെട്രോ അല്ലെങ്കിൽ ഈ ഹെവി കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അവിടെ നമുക്കിതെങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നൊക്കെയുള്ള അനവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള അറിവുകൾ കൂടുതൽ വളർത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർസ്, കാരണം ഈ കാലഘട്ടം CAD അടക്കമുള്ള വിവിധ സോഫ്റ്റ്വെയർസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സോഫ്റ്റ്വെയർസിനെ കുറിച്ചുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ധാരണകളെ വളർത്തി വലുതാക്കേണ്ടതാണ്. കാലാകാലങ്ങളിൽ വരുന്ന അപ്ഡേഷൻസ് ഉൾപ്പെടെയുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ 2 വർഷം കൊണ്ട് മികച്ച സാധ്യതകൾ നൽകുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള മികച്ച അവസരമാണ് ITI, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ മെക്കാനിക്കൽ അടക്കമുള്ള വിവിധ മേഖലകൾ നമുക്ക് മുമ്പിൽ സമ്മാനിക്കുന്നത്.